ശ്വാസകോശത്തിലെ ചെറിയ നാളികൾക്ക് വീക്കം സംഭവിക്കുകയും വളരെയധികം കഫം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരുതരം ശ്വാസസംബന്ധമായ രോഗാവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ്. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ചുമയോ ജലദോഷമോ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മിക്ക ശ്വാസസംബന്ധമായ അണുബാധയുടെ ലക്ഷണങ്ങൾ തമ്മിൽ സാമ്യമുള്ളതിനാൽ അവയിൽ ചിലത് തമ്മിൽ വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. അതായത് ജലദോഷവും ബ്രോങ്കൈറ്റിസും പോലെ. അതുകൊണ്ട് സാധാരണ ജലദോഷം വരുമ്പോഴും മറ്റു രോഗലക്ഷണങ്ങൾ നോക്കി വേണം രോഗം സ്ഥിരീകരിക്കാൻ. ബ്രോങ്കൈറ്റിസ് രണ്ട് തരത്തിലാവാം. ഒന്ന് തീവ്രമായതും മറ്റൊന്ന് വിട്ടുമാറാത്തതും. തീവ്രമായ ബ്രോങ്കൈറ്റിസ് ഒരു വൈറൽ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് 10 മുതൽ 14 ദിവസം വരെ നീണ്ടു നിൽക്കും. അതേസമയം വിട്ടുമാറാത്ത ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ 3 മാസം മുതൽ 2 വർഷം വരെ നീണ്ടു നിൽക്കാം. ഇനി പറയപ്പെടുന്ന മർമ്മസ്ഥാനങ്ങളിൽ ദിവസവും ഉത്തേജനം നൽകുന്നത് ആ അസുഖത്തിൻ്റെ തീവ്രതയെ കുറയ്ക്കുകയും പതിയെ പതിയെ അസുഖത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. ഒന്നാമത്തത് കക്കാട്ടൈ മർമ്മം. കഴുത്തലിൻ്റെ ഇരുവശങ്ങളിലായി 8 വിരലളവ് തോൾഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന മസിൽ ഭാഗത്താണ് ഈ മർമ്മസ്ഥാനം. രണ്ടാമത്തത് പക്കക്കഴുത്ത് മർമ്മം. ആദംസ് ആപ്പിളിൻ്റെ 5 വിരലളവ് വശങ്ങളിലാണ് ഈ മർമ്മസ്ഥാനങ്ങൾ ഉള്ളത്. മൂന്നാമത്തത് അകദ്വാര മർമ്മം. കോക്സിക്സിൽ നിന്നും 27 വിരലളവ് മുകളിലായി ഈ മർമ്മസ്ഥാനം കാണപ്പെടുന്നു.